Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon all. Prayer പറഞ്ഞോ ട്ടോ. Prayer ആരാണ്? Good afternoon. Prayer ആരാ പറയുന്നേ? Prepared അല്ലേ? Ma'am, prepared, ma'am. Prayer പാടാം. സുരഭി. നന്മരൂപിയ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ. ഇത്രയും മനോജ്ഞമാം സദാനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Okay, thank you, ma'am. Signing thought of the day. Sign in പറയാമേ. Pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give respect to my parents, teachers and all elders and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Sign in my Binisha. Thank you, ma'am. Thank you. Okay. Thought of the day. Thought of the day. Don't compare to yourself with others. No one can play your role better than you. Thank you. നമ്മള് യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ആരാണ് മോണ്ടിസോറി, എങ്ങനെയായിരുന്നു മോണ്ടിസോറിയുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ്, എന്തൊക്കെയാണ് നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? എല്ലാവരും എല്ലാവരും ലാസ്റ്റ് ക്ലാസ്സില് ഓക്കെ. ആദ്യം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടാണ് മരിയ മോണ്ടിസോറിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈം പീരീഡില് കുറച്ച് ഫെഡറൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. അവരിൽ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലായി അവരുടെ മെന്റൽ ബ്രേക്ക് ഡൗൺ മെയിൻ ആയിട്ടുള്ള കാരണം അവർക്ക് ഡൾനെസ് ഓഫ് സെൻസ് ആണ്. സെൻസുകളുടെ കുറവ്, സെൻസ് ചെയ്യാനുള്ളതിൽ കുറവ്. സോ ബൈ ട്രെയിനിങ്, ത്രൂ ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു? സെൻസറി മെറ്റീരിയൽസ് കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ചു. അപ്പൊ അതിൽ നിന്നും മോണ്ടിസോറി ഒരു കാര്യം തീരുമാനിച്ചു. എന്തുകൊണ്ട് മെന്റലി റിട്ടേൺഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത്രയും മാറ്റം വരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നോർമൽ കുട്ടികളിൽ ഈ സെൻസറി ട്രെയിനിങ്ങിലൂടെ എന്തെല്ലാം ചേഞ്ചസ് ആയിരിക്കും വരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു മെത്തേഡിലേക്ക് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തത്, ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് മരിയ മോണ്ടിസോറി ഒരുപാട് മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനെ കുറിച്ചിട്ടൊക്കെ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്.
ഇത് മെയിനായിട്ട് മോണ്ടിസോറി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അഡൽട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. മുതിർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറണം, മുതിർന്നവർ ഇങ്ങനെയായിരിക്കണം സൊസൈറ്റിയിൽ പെരുമാറുന്നത് എന്നാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മുതിർന്ന വ്യക്തി ആകുന്നതിന് മുമ്പേ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിലൂടെ ഒരുപാട് ടൈം പീരീഡിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഈ റൈറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുന്ന റൈറ്റ് ടൈം ഏതാണ്? ഈ ചൈൽഡ്ഹുഡ് ആണ്. അതുകൊണ്ടാണ് ആ ടൈം മോണ്ടിസോറി സെലക്ട് ചെയ്തത്. 3 to 6 years എന്ന് പറയുന്ന ആ ഒരു ടൈം കുട്ടികൾക്ക് അവർ പഠിപ്പിക്കുന്നതിലൂടെ ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നതിലൂടെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. സോ സൊസൈറ്റി എപ്പോഴും ആരെ ഫോക്കസ് ചെയ്യുന്നത്? അഡൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അഡൾട്ട് ആകുന്നതിന് മുമ്പ് കുട്ടി ഒരുപാട് ഈ ഒരു ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ കുട്ടി ആ ഒരു ഏജിൽ ശീലിക്കുന്ന ശീലങ്ങള്, അവരുടെ എക്സ്പീരിയൻസ്, അവന് കിട്ടുന്ന നോളജും കാര്യങ്ങളും അവർ ലൈഫ് ലോങ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മോണ്ടിസോറി observed that education simply was not good enough unless parents and teachers had the right assumption about the children. അപ്പൊ കുട്ടികളെ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനും മനസ്സിലായി കുട്ടികളെ കുറിച്ചിട്ട് പാരന്റ്സിനും ടീച്ചേഴ്സിനും റൈറ്റ് ആയിട്ടുള്ള അസംഷൻസ് വേണം എന്ന് മനസ്സിലാക്കി. കാരണം കുട്ടികളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ മുതൽ നിങ്ങൾ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പാടില്ല. ടീച്ചേഴ്സിന് പറയാൻ പാടില്ല. അതിന് പകരം ഫെസിലിറ്റേറ്റർ എന്ന് യൂസ് ചെയ്യണം. ഓക്കെ ആണോ? ടീച്ചേഴ്സിന് പറയുന്നത് നിങ്ങൾ എല്ലാവരും മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അപ്പോ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് എന്നല്ല, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നാണ്. ഞങ്ങൾ ടീച്ചേഴ്സിന് മാറി എങ്ങാനും പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ഫെസിലിറ്റേറ്റർ എന്ന് തന്നെ പറയണം. ഓക്കെ, the adult must realize that he must അനൗൺസ് ചെയ്യുന്നത് മനസ്സിലായില്ല. ടീച്ചേഴ്സിന് പകരം ഫെസിലിറ്റേറ്റർ കേൾക്കുന്നുണ്ടോ? ഫെസിലിറ്റേറ്റർ. മാം വോയിസ് ബ്രേക്ക് ആണ്. ഓക്കെ, 1 minute. സൗണ്ട് കുറച്ച് കുറവുണ്ടല്ലേ? ഓക്കെ, സേവ് സിസ്റ്റത്തിന്റെ ആയിരിക്കും കേട്ടോ. 1 minute ഞാൻ നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആണോ? ഞങ്ങൾക്കൊക്കെ നന്നായി കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, ഫെസിലിറ്റേറ്റർ സ്പെല്ലിംഗ് പറയട്ടെ. ഫെസിലിറ്റേറ്റർ ഇപ്പൊ ഓക്കെ ആണോ? നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആണ് ഞങ്ങള്. അപ്പോ നമ്മള് മോണ്ടിസോറി ട്രെയിനേഴ്സിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പറയുന്ന പേരാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ, സ്പെല്ലിംഗ് ഒന്ന് പറയോ? ഓക്കെ, ടൈപ്പ് ചെയ്യാട്ടോ. മിനിറ്റ്. FACILITATOR കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. The adult must realize that he must take second place
venture all the aims of the mother and the facilitator. അഡൽട്ട് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പ്ലേസ് ഉള്ളു. ഇപ്പൊ ടീച്ചർ ആയാലും പാരന്റ്സ് ആയാലും നമ്മളുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. കൂടുതൽ ഇമ്പോർട്ടന്റ് ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളുടേതായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കുട്ടികൾക്കായിരിക്കണം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ആഗ്രഹം കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല? അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. നമ്മളുടെ ഇഷ്ടത്തിന് പോലെ നടക്കണം എന്നൊന്നും നമ്മൾ അവരെ കമ്പൽ ചെയ്യാൻ പാടില്ല. ഇഫ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി ഈസ് ടു ബി ഹെൽപ്ഡ് ടു ഡെവലപ്പ്, നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയുടെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവരെന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ചില കുട്ടികളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. എന്താ ഫീൽ ചെയ്യാം? ആ പാരന്റിനെ കാണുന്ന പോലെ തന്നെയുണ്ട്. അല്ലെങ്കിൽ അവരുടെ സംസാര രീതി, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും എന്തായിരിക്കും അവരുടെ പാരന്റ് ആ ഒരു സിറ്റുവേഷനിൽ പ്രതികരിക്കാം, അതേ രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? പ്രകടിപ്പിക്കുന്നത്. സോ അവിടെ എന്താണ് ഒരു എന്തോ അവര് പാരന്റിന്റെ പേഴ്സണാലിറ്റി കോപ്പി ചെയ്യാണ്. ശരിക്കും ചൈൽഡ് അങ്ങനെ കോപ്പി ചെയ്യാൻ പാടില്ല. പാരന്റ് ആ ഒരു പേഴ്സണാലിറ്റി കുട്ടിയിലേക്ക് ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടിയിൽ നമുക്ക് ആ ഒരു പാരന്റിന്റെ പേഴ്സണാലിറ്റി കാണാൻ പറ്റുന്നത്. സോ നമ്മൾ എപ്പോഴും ചൈൽഡിന്റെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവനെ നല്ല സപ്പോർട്ട് ചെയ്യണം. അവന് ഇൻഡിപെൻഡന്റ് ആക്കണം. അവനെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിക്കണം. അവനേതായ രീതിയിൽ അവനെ ആ ഒരു ഫ്രീഡോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവൻ അവന്റേതായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. ആസ് ദി ചൈൽഡ് ഇസ് വീക്കർ, ഈ കുട്ടി വീക്കർ ആണെങ്കിൽ ദ അഡൽട്ട് വിത്ത് ഹിസ് സ്ട്രോങ് പേഴ്സണാലിറ്റി മസ്റ്റ് ഹോൾഡ് ഹിംസെൽഫ് ഇൻ ചെക്ക്. നമുക്ക് കുട്ടിയുടെ പേഴ്സണാലിറ്റി വീക്ക് ആണെങ്കിൽ നമുക്ക് ആ കുട്ടിയിൽ കാണാൻ പറ്റുന്നത് ആ അഡൽട്ടിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് കുട്ടിയെ നമുക്ക് കാണാൻ പറ്റും. And taking his lead from the child, feel proud if he can understand and follow him. അപ്പോ ശരിക്കും അഡൽട്ട് ആയിരിക്കും, അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി കുട്ടി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മള് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ്, ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കുട്ടിയുടേതായ ഫ്രീഡം കൊടുക്കണം. നമ്മൾ എപ്പോഴും അഡൽട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഓവറായിട്ടുള്ള എന്താ പറയുക, ഓവർ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ഏത് കാര്യത്തിനും അഡൽട്ടിനെ അല്ലെങ്കിൽ പാരന്റിനെ, ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞൊരു ഡീവിയേഷൻ ആണ്. അവർ നോർമൽ ലൈഫിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നതാണ് എന്ത് നമ്മൾ ഈ ഡിപ്പെൻഡൻസി ബിഹേവിയർ എന്ന് പറയുന്നത്. എപ്പോഴും അവരെന്ത് ചെയ്യുന്നു? നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ ഏട്ടാ, ഒരു ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഡിപ്പെൻഡൻസി ബിഹേവിയർ എപ്പോഴും ചില കുട്ടികൾ ഉണ്ടാവും. ഒരു 3 വയസ്സായാൽ പോലും ഏത് കാര്യത്തിനും ഈ കെയർ ഗിവർ അല്ലെങ്കിൽ മദറിന്റെ അറ്റൻഷൻ വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം അവർക്ക് എന്ത് ചെയ്യണം? അവരെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഫെസിലിറ്റേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എന്ത് ചെയ്യണ്ട? അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണമെന്നില്ല. അവർ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ട്രെയിൻ ചെയ്യണം. ഓരോ ആക്ടിവിറ്റീസും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മളിങ്ങനെ ഒരു കാര്യം പറയാം, ചില കുട്ടികൾക്ക് ബട്ടൺസ് പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ ഇടാനായിട്ട് അറിയില്ല. 3 വയസ്സും 4 വയസ്സൊക്കെ ആയി കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ബട്ടൺസ് പ്രോപ്പർ ആയിട്ട് ഇടാൻ അറിയില്ല. സോ നമ്മളത് ചെയ്ത് കൊടുക്കുന്നതിന് നല്ലത് നമുക്ക് ഡ്രസ്സിംഗ് ഫ്രെയിം അറിയാലോ. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ ഡ്രസ്സിംഗ് ഫ്രെയിംസ്? ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഫ്രെയിമില് ബട്ടണിങ് ഫ്രെയിം ഉണ്ട് ഇല്ലേ? ബട്ടണിങ് ഫ്രെയിം ഉണ്ട്. അപ്പൊ ആ ബട്ടണിങ് ഫ്രെയിം ബട്ടണിങ് ഫ്രെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഇടണം, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. സോ പിന്നീട് നമ്മൾ കുട്ടികൾ പിന്നെ അറ്റൻഷന് വേണ്ടിയിട്ട് അവരെ ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്ത് തരണം എന്ന് കുട്ടികൾ പറയില്ല. സോ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ഫ്രീഡം ആണ്.
അപ്പോൾ അഡൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ടും അത് ഇൻഡിപെൻഡന്റ് ആയിട്ടും വേണം നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും അഡൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യിക്കേണ്ട. ഓക്കെ, ആ പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്യോ? ഞാൻ വായിക്കാം. രശ്മ, അവന്റെ പേരെന്താ? റസ്മിന. ഓക്കേടാ, ലാസ്റ്റ് പാരഗ്രാഫിലെ പാരഗ്രാഫ്. okay. The adult must realize that he must take second place, venture all the aims of the mother and teacher. If the child's personality is to be helped to develop, as the child is weaker, the adult with his stronger personality must hold himself in check and, taking his lead from the child, feel proud if he can understand and follow him. It is important to liberate the child from his role of dependency on adults if he is to develop into a truly free and independent person, said Montessori. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി ഒരു കാരണവശാലും കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ കുട്ടി വീക്ക് ആണെങ്കിൽ ചിലപ്പോൾ അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇമ്പോസ് ചെയ്യും, എന്നിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറയും. ഇങ്ങനെ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നതാണ് പ്രൗഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. കുട്ടീനെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്തണം. അവന് ഫ്രീ ആയിട്ട് അവന്റെ എൻവയോൺമെന്റും അവന്റെ ചുറ്റുപാടും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലോ ചെയ്യണം. ആ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവന്റെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി മോണ്ടിസോറി പറയുന്നത് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ്. അഡൽട്ടിലും കുട്ടികളിലും മോണ്ടിസോറി ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് മോണ്ടിസോറി പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവർ എന്താ ചെയ്യാം, നമ്മള് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആണല്ലോ അവരുടെ. ഓക്കെ, നമ്മള് സ്റ്റോറി ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് സ്റ്റോറി കിട്ടിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, കോപ്പി ചെയ്യാറില്ലേ? ഗൂഗിളിൽ നിന്നോ നോക്കിയിടാറുണ്ടോ? ഈ മൈമൊക്കെ പോലുള്ള കാര്യങ്ങൾ, ഡ്രാമ ചെയ്യാറുണ്ട്, നോർമലാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, കോപ്പി ചെയ്യുള്ളൂ. ഇപ്പൊ എന്താണ്, മുതിർന്നവര് അഡൽട്ട് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, കോപ്പി ചെയ്യാനാണ് ശ്രമിക്കാറ്. വേറൊരാൾ ചെയ്തൊരു വർക്ക് കോപ്പി ചെയ്യും. ഞാനൊക്കെ ചെറുപ്പത്തില് എന്താ പറയാ, പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറൊരു പ്രൊജക്ട് എടുത്തിട്ട് അതേപോലെ തന്നെ, അത് വെച്ചാൽ നമുക്ക് തോന്നില്ല അതേപോലെ ആണെന്നും തോന്നില്ല, കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പ്രൊജക്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അത് മുതിർന്നവർ അങ്ങനെയാ ചെയ്യുന്നതാണ്. സ്കൂൾ ടൈമിൽ അങ്ങനെയായിരുന്നു. ഒരു കുട്ടി എഴുതിയിട്ടും അതെല്ലാവരും നോക്കി എഴുതും. ഇപ്പോഴാണ് പിന്നെ സെൽഫായിട്ട് ഉണ്ടാക്കുന്നത്. കുട്ടികൾ അങ്ങനെ ചെയ്യൂലെന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ആരും മാറിയല്ല. ഓക്കെ, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നു കഴിഞ്ഞാൽ ഒരാൾ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്യും. പ്രോക്രിയേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആരിലുണ്ടാവും, അഡൽട്ടിന്റെ കാണാറുണ്ട്, കോമൺ ആയിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികളുടെ അടുത്തില്ലേ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറഞ്ഞാല് അവരുടേതായ ഓൺ ക്രിയേഷൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മക്കളുടെ അടുത്ത് കുഞ്ഞു കുട്ടികളുണ്ടാവും, 3-4 വയസ്സൊക്കെ ഉള്ള LKG UKG പഠിക്കുന്നത്. അവരോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാല് സ്വന്തമായിട്ട് ചെയ്യും. അത് അവർ എൻജോയ് ചെയ്ത് ആ വർക്ക് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ആ വർക്ക് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും വരയ്ക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അത് എഴുതും. ഇപ്പൊ നമ്മള് ഇപ്പോ എഴുതി കൊടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ അങ്ങനെ ആൽഫബറ്റ്സോ കാര്യങ്ങളോ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ തെറ്റിച്ചായിരിക്കും എഴുതുന്നത്. നമ്മളത് സ്വന്തമായിട്ട് നമ്മൾ എഴുതി തരാം, മാറി എന്ന് പറഞ്ഞെങ്കിൽ സമ്മതിക്കൂല ചെറിയ കുട്ടികള്. അത് ഞാൻ എഴുതണം, എനിക്ക് എഴുതണം, ഞാൻ എഴുതി കറക്റ്റ് ആണ് അവർ ഇവിടെ പറയും. അവരെപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നവരാണ് കുട്ടികൾ. കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവരത് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അഡൽട്ട് എന്ന് വെച്ചാൽ ആ എൻഡ് റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്നവരാണ്. അതെങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം, ഫസ്റ്റ് വരണം എന്നൊക്കെയായിരിക്കും അഡൽട്സിന്റെ ആയിട്ടുള്ളൊരു ഒരു എയിം. അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ നമ്മുടെ എൻഡ് റിസൾട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ചെയ്യാനോ അല്ലെങ്കിൽ അത് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിന് മാർക്കാണ് ഫോക്കസ് ചെയ്യുന്നത്.
ഓക്കെ. സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തതിന്റെ മാർക്കിനെ ഫോക്കസ് ചെയ്യും. കുഞ്ഞുകുട്ടികളാണെങ്കിൽ അത് എൻജോയ് ചെയ്യും. ആണോ? അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ സാധാരണയായിട്ട് നോർമലി കുട്ടികള് നമ്മൾ നോർമലി ഈ എൻഡ് റിസൾട്ടിനെ നമ്മൾ കൂടുതലും എന്താ പറയണ്ട അത് നന്നാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് അഡൾട്ടിന്റെ. അതെ അതെ. അതെ, മുതിർന്നവരിൽ എപ്പോഴും അങ്ങനെ കാണാം. നമ്മൾ ആ ഫൈനൽ റിസൾട്ട് നല്ലതാവണം എന്നാണ് നമ്മുടെ എയിം. നമ്മൾ ആ പ്രോസസ്സിനെ അത്രയും എൻജോയ് ചെയ്യില്ല. നമ്മൾ ആ ഫൈനൽ റിസൾട്ട് പെർഫെക്റ്റ് ആവണം എന്നായിരിക്കും നമ്മൾ എയിം ചെയ്യുന്നത്. പക്ഷെ കുട്ടി അങ്ങനെയല്ല. അവൻ ആ ചെയ്യുന്ന ആ രീതി അവൻ എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഒരു വർക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ഇങ്ങനെ ചെയ്യുന്നു, ആ ഒരു ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് അവൻ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അവനത് എൻജോയ് ചെയ്തായിരിക്കും അവനത് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഒരു ക്യാരക്ടറാണ്, അഡൽട്ടിന്റെ ഒരു ക്യാരക്ടറാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇഷ്ടത്തിന് അത് ചേഞ്ച് ചെയ്യും, അല്ലെ? നമ്മളുടേതായ രീതിയിൽ അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും. നോർമലാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനടക്കം അഡൽട്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, നമുക്ക് ആ എൻവയോൺമെന്റ് ഇഷ്ടമില്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ കുറച്ച് ടൈം എടുത്താൽ പോലും അത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളുടേതായ രീതിയിൽ നമ്മളത് ചേഞ്ച് ചെയ്തെടുക്കും. പക്ഷെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റ് എക്സ്പ്ലോർ ആണ് ചെയ്യുന്നത്. അവൻ പെട്ടെന്ന് ആ ഒരു എൻവയോൺമെന്റിൽ മാറ്റം വരുത്താനല്ല ശ്രമിക്കുന്നത്. അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് യോജിച്ച് അവരത് ആ ഒരു കംഫർട്ടിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യുന്നത്. അവൻ എക്സ്പ്ലോർ ചെയ്യും. അവൻ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റബിൾ ആയിരിക്കും. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്ത് പോകും. നമ്മൾ അഡൽട്ട് എപ്പോഴും നമ്മളുടെ കംഫർട്ടാണ് കൂടുതൽ നോക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇരുന്നാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. ഇപ്പൊ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. നമ്മള് ഇപ്പൊ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് വരുവാന്ന് വിചാരിക്കും. നമ്മളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് വന്നപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മളുടേതായ ഇഷ്ടത്തിൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. നമ്മൾ ഫുള്ളായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളുടേതായ രീതിക്ക് നമ്മളത് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കൂലേ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എക്സാമ്പിൾ കിട്ടിയപ്പോൾ പറഞ്ഞേ. അപ്പൊ നമ്മളത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ ഒരു ഫാമിലിയിൽ വരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ച് ജനിച്ച് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആ ഒരു എൻവയോൺമെന്റ് അതേപോലെ തന്നെ അവൻ എന്ത് ചെയ്യും? അത് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ എൻവയോൺമെന്റ് അവൻ അതേപോലെ തന്നെ അബ്സോർവ് ചെയ്യും. അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അവനത് മനസ്സിലാക്കി അങ്ങനെയാണ് പെട്ടെന്ന് അക്സെപ്റ്റബിൾ ആയിരിക്കും, അല്ലെ? അപ്പൊ അഡൽട്ട് അവരുടെ കംഫർട്ടിനനുസരിച്ച് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റ് അവർ എക്സ്പ്ലോർ ചെയ്ത് അതിനനുസരിച്ച് അവൻ മാറും. അവൻ അതിനോട് ആ ഒരു എൻവയോൺമെന്റിനായിട്ട് അഡാപ്റ്റബിൾ ആകാണ് ആര് ചെയ്യുന്നത്? കുട്ടി ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ അഡൽട്ട് പ്രോക്രിയേറ്റ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ്. അഡൽട്ട് ഒരു വർക്ക് കോപ്പി ചെയ്യുമ്പോഴോ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ കുട്ടി എന്ത് ചെയ്യും? അവന്റേതായ സ്വന്തമായിട്ടുള്ള വർക്ക് അവൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ദ ചൈൽഡ് യൂസ് ദ എൻവയോൺമെന്റ് ടു പെർഫെക്റ്റ് ഹിംസെൽഫ്. ഒരു ചൈൽഡ് അവന്റെ എൻവയോൺമെന്റിലേക്ക് അവൻ പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കും. വൈൽ ദ അഡൽട്ട് യൂസ് ഹിംസെൽഫ് ടു പെർഫെക്റ്റ് ദ എൻവയോൺമെന്റ്. അപ്പൊ അഡൽട്ട് ആണെങ്കിലോ അഡൽട്ടിന്റെ രീതിയിൽ ആ ഒരു എൻവയോൺമെന്റിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് എന്ത് ചെയ്യും? ട്രൈ ചെയ്യും. നമുക്കറിയാം അഡൽട്ട് ഇനി എന്ത് ചെയ്യാനില്ല, ഡെവലപ്പ് ചെയ്യാനായിട്ട് നോ ലോങ്ങർ ഡെവലപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല. സോ അവൻ മുതിർന്നു കഴിഞ്ഞു. അവന്റെ സ്പീഷ്യസിൽ അവനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹൈ ലെവലിലേക്ക് അവൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കുട്ടി അങ്ങനെയല്ല. കുട്ടി അവന്റെ എൻവയോൺമെന്റ് ലോങ്ങർ ലെവലല്ല, ഇനി ഡെവലപ്പ് ചെയ്യാനായിട്ട് കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസ് വരുന്നുള്ളൂ. സോ അവൻ അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ, അവന്റെ പരിസ്ഥിതി അവന്റെ ചുറ്റുപാടായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ, എക്സ്പീരിയൻസിലൂടെ അവൻ ഒരുപാട് സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ഒക്കെ വരാനായിട്ട് വരുന്നുള്ളൂ. സോ അവൻ അവന്റെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. ആ എൻവയോൺമെന്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അഡാപ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദ അഡൽട്ട് ഈസ് നോ ലോങ്ങർ ഡെവലപ്പിംഗ്. അഡൽട്ടിന് ഡെവലപ്പ് ചെയ്യാനായിട്ടില്ല. ചില നമ്മളെന്താ പറയാ, എഡ്യൂക്കേഷനിലൂടെയൊക്കെ അഡൽട്സിൽ മാറ്റങ്ങൾ വരും കേട്ടോ. നോ ലോങ്ങർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എഡ്യൂക്കേഷനിലൂടെ നമ്മളുടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്തതിലൂടെ നിങ്ങളുടെ ചിലപ്പോൾ ക്യാരക്ടറിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ? പണ്ട് കുട്ടികൾ നല്ല രീതിയിൽ വഴക്കൊക്കെ പറയുന്ന ആൾക്കാരല്ലായിരുന്നു. കുട്ടികളുടെ ഫീലിങ്സ് ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങിയോ? അടിയെടുക്കാണ്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലേ?
പണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ലേ, അതൊക്കെ മാറില്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കാരണം പണ്ട് മോളെ എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിച്ചു കഴിയുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി അറിയാൻ പറ്റും ദേഷ്യം വന്നു. അപ്പൊ ഞാൻ സാധാരണയായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് എനിക്കിപ്പോ ദേഷ്യമില്ലല്ലോ, കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ചെയ്യും, അത് കുറുമ്പൊക്കെ എടുക്കും, അതൊക്കെ കൂളാവും. ആദ്യം അത് ട്രൈ ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്നിട്ടായിരിക്കും ആദ്യമൊക്കെ നമ്മളത് കൂളാവുന്നത്. പക്ഷെ അപ്പൊ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആർക്ക് വരുന്നുണ്ട്, അഡൽറ്റിന് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹോൾ എന്താ പേഴ്സണാലിറ്റിക്ക് ആ ഒരു വ്യത്യാസം വരില്ല. പക്ഷെ കുട്ടീനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കുട്ടിയുടെ എക്സ്പീരിയൻസിലൂടെ അവന്റെ ചുറ്റുപാടിലൂടെ അവന്റെ ഹോൾ പേഴ്സണാലിറ്റിക്ക് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം നോട്ടി ആയിട്ടുള്ള ഒരു ചൈൽഡാണ് വിചാരിക്കും, നോട്ടി ചൈൽഡാണ് വിചാരിക്കും, മറ്റുള്ളവരെ കിക്കും ബൈറ്റും അല്ലെങ്കിൽ ഉപദ്രവിക്കൊക്കെ ചെയ്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കും. അവൻ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാണ്. ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് അത്യാവശ്യം കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. കുട്ടികൾ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നു, അത് വർക്ക് ചെയ്തില്ല അവര് ആ കറക്റ്റ് പ്ലേസ് റീപ്ലേസ് ചെയ്യുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. ആ ഒരു പ്ലേസിലേക്കാണ് ഈ നോട്ടി ചൈൽഡ് വരുന്നത്. ആദ്യം അവൻ അവന്റേതായ വികൃതിയും കാര്യങ്ങളൊക്കെ അവരവിടെ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. പിന്നെ അവൻ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും, അവന്റെ ചുറ്റുപാട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. അവിടെ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ഒക്കെ ആയിട്ടാണ് പെരുമാറുന്നത്, അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണോലെ എന്ന് അവന് മനസ്സിലാക്കും. പതുക്കെ പതുക്കെ അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യും, അഡാപ്റ്റ് ആവും. അപ്പൊ നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളും അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. അവൻ വർക്ക് ചെയ്യും. ചിലപ്പോൾ ഫസ്റ്റ് ഡേ കുറച്ച് ദിവസത്തേക്ക് അവൻ മെറ്റീരിയൽ വർക്ക് ചെയ്ത ആ ഒരു പ്ലേസിൽ തന്നെ അവിടെ വെച്ചിട്ട് പോകും. പിന്നെ അവൻ കാണാണ് ഓരോരുത്തർ വർക്ക് ചെയ്യുന്നു, ആ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യുന്നു, വെച്ചാൽ ആ കറക്റ്റ് പ്ലേസിലേക്ക് തിരിച്ചു വെക്കുന്നു. അപ്പൊ അവന് മനസ്സിലായി ഇങ്ങനെയാണ് ഇവിടെ, ഇങ്ങനെ ആയിരിക്കണം മെറ്റീരിയൽസ് കാര്യങ്ങള് തിരിച്ചു വെക്കണം, നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെക്കണം. ആദ്യം ചിലപ്പോൾ അവന് ഈ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തയുണ്ടാവും. പക്ഷെ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും എല്ലാവരും ആ മെറ്റീരിയൽ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ വെക്കുന്നുണ്ടല്ലോ, അപ്പോ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ അവൻ ഈ ഒരു എൻവയോൺമെന്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആദ്യം നോട്ടി ചൈൽഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവൻ പതിയെ 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 എന്ത് ചെയ്യും, മാറി മാറി അവൻ നമ്മുടെ നോർമൽ ലൈനിലേക്ക് വരും, നോർമലൈസ്ഡ് ആയിട്ട് നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ചൈൽഡിന്റെ എൻവയോൺമെന്റ് അവന്റെ ചുറ്റുപാടും ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ സൈക്കിക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, but the child interact with the environment and absorb the impression for his psychic development. അപ്പൊ കുട്ടികള് അവരെ ഒരു ഇന്ററാക്ഷനിലൂടെ കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അവർ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ഒരുപാട് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആവട്ടെ, ഇന്റലിജൻസ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, കേട്ടിട്ടുണ്ടോ? വൈറ്റ് ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് അതെന്താണ് സംഭവിച്ചത്? നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളുള്ളവരോട് പറയുന്നതാണ്. അവർ വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരിൽ സൈക്കിക് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അമ്മ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതെന്താ അങ്ങനെ, അതെന്താ അതിന്റെ കളർ എന്താ ഇങ്ങനെ ഒക്കെ ചോദിക്കുന്നത്. എപ്പോഴും വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അവരില് ഇന്റലിജൻസ് ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. നമ്മളവരെ നിരുത്സാഹപ്പെടുത്തരുത്. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മളവരെ എന്ത് ചെയ്യരുത്, നിരുത്സാഹപ്പെടുത്തരുത്. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അറിയാത്തതാണെങ്കിൽ എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട് പറയാട്ടോ, ഞാനൊന്നൊന്ന് റെഫർ ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കിയിട്ട് അത് കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം. ഈ വൈറ്റ് ക്വസ്റ്റ്യൻസിലൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ എന്താണ് മെന്റൽ ഡെവലപ്മെന്റ് കുട്ടികളിൽ ഇംപ്രൂവ് ആവും, അവരില് മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോ അഡൾട്ട് എന്ന് പറയുന്ന ഒരു അഡൾട്ട് മുതിർന്ന കുട്ടികൾ എന്താണ് പ്രോക്രിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ചൈൽഡ് എപ്പോഴും അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് അവനെ അവൻ അതായിട്ട് അഡാപ്റ്റ് ആവാൻ ശ്രമിക്കുമ്പോൾ അഡൾട്ട് മുതിർന്നവർ എന്ത് ചെയ്യും, അവരുടെ ഇഷ്ടത്തിന് അവരുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. നമുക്കറിയാം അഡൾട്ട് നോ ലോങ്ങർ ഡെവലപ്പ് ചെയ്യാനായിട്ടില്ല, പക്ഷേ നമ്മുടെ കുട്ടിക്ക് ചൈൽഡിനെ സംബന്ധിച്ച് അവരുടെ മെന്റൽ ഡെവലപ്മെന്റും സൈക്കിക് ഡെവലപ്മെന്റും ഒക്കെ ഇനിയും ഡെവലപ്പ് ആവാനുണ്ട്. സോ അവൻ
കുട്ടി അവരുടെ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ അവൻ ഒരുപാട് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന സെക്കൻഡ് പോയിന്റ് ആണ് the aim of the child work is സോറി കേട്ടോ, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ. പെട്ടെന്നത് നെറ്റ്വർക്ക് കണക്ഷൻ എന്തോ പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നു. കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു കുട്ടി വർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണലി അതിന്റെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്തിട്ടല്ല, അതൊരു ഇന്റേണൽ പ്രയത്നയുടെ ഭാഗമായിട്ടാണ്. അവൻ ആ വർക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പിങ്ക് ടവർ എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, പിങ്ക് ടവർ യൂസ് ചെയ്ത് കുട്ടികൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന രീതി അവർക്ക് വളരെയധികം എൻജോയിങ് ആയിട്ടാണ്. കാരണം സാധാരണ നമ്മൾ മുതിർന്നവരാണെങ്കിൽ ഒറ്റ രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യുള്ളൂ. ഒന്നിനു മുകളിൽ സെക്വൻസുകൾ വലിക്കുന്നത് ചെറുത്തിലേക്ക് ആ ഒരു ഓർഡറിൽ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ അത് കുട്ടികളുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ അവർ വേറെ രീതി, അവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അവർ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് അവർ സെൽഫ് കൺസ്ട്രക്ഷൻ, അവർ സ്വയം ആയിട്ടുള്ള രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഡൽട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ വർക്ക് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം എന്ന് മാത്രമാണ്. പക്ഷെ ചൈൽഡ് വർക്ക് ഇൻ ഓർഡർ ടു ഗ്രോ എന്നുവെച്ചാൽ കുട്ടി ആ ഒരു വർക്കിനെ എൻജോയ് ചെയ്ത് അത് അവന്റേതായ രീതിയിൽ അവൻ അതെന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യാണ്, അത് എൻജോയ് ചെയ്താ ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നതിലൂടെ കുറെ കാര്യങ്ങൾ കുട്ടി അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഒരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവന്റെ മോട്ടോർ ഡെവലപ്മെന്റ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും അവർ മനസ്സിലാകും. എന്താണ് വർക്ക് ഹാബിറ്റ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, വർക്കിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നെല്ലാം അവൻ മനസ്സിലാക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ്ലി സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചിട്ട് അവന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവന്റേതായ രീതിയിൽ അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അവനൊരിക്കലും മറ്റുള്ളവരെ വർക്ക് എന്ത് ചെയ്യില്ല, കോപ്പി ചെയ്യില്ല. ഒരു കുട്ടി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് അവന് നിർബന്ധമൊന്നുമില്ല. അവന്റേതായ രീതിയിൽ അവൻ ആ വർക്ക് എൻജോയ് ചെയ്ത് ചെയ്യും. ഒരു എന്താ പറയാ, ഹി ഡെവലപ്പ് കോൺസെൻട്രേഷൻ. അപ്പോ ഒരു വർക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? നിങ്ങളായാലും ഒരു കാര്യം റിപ്പീറ്റ്ലി ചെയ്യുകയാണെങ്കിൽ ആ വർക്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പോയിന്റ് ഒന്ന് റീഡ് ചെയ്യോ? സെക്കൻഡ് വായിക്കട്ടെ. വായിക്കാം. സെക്കൻഡ് റീഡ് ചെയ്യാനല്ലേ മാം? The aim of child's work is not an external one, but of an internal one, that is, for self-construction. An adult works to finish an activity, and the child works in order to grow. Though work is developed, concentration, motor development, work habits, and more importantly, his self-concept. ഓക്കെ, ഇപ്പൊ കുട്ടികൾ വർക്ക് ചെയ്യാന്ന് വിചാരിക്കും, ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് വർക്കൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികൾ ഒരുപാട് മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് പ്രീ സ്കൂൾ കുട്ടികളാണെന്ന് വിചാരിക്കുക, അവര് വീട്ടിൽ മാത്രം നിൽക്കുന്ന സമയത്ത്, വീട്ടിൽ മാത്രം ആണ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്
എനിക്ക് നേഴ്സറിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി സ്കൂളിലേക്ക് വിട്ട് കഴിയുമ്പോൾ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. വീട്ടിലായിരിക്കും അധികം സംസാരിക്കാത്ത കുട്ടികൾ ഇന്ന് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും അടയ്ക്കാതെ ഇങ്ങനെ സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ. അവര് സംസാരിക്കും, അത് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഈ ഒരു എന്താ പറയാ കുട്ടികളിൽ വരുന്ന ഒരു വരുന്നുണ്ട്. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. എന്താണ് പ്രശ്നം? സൗണ്ട് ക്ലിയർ ആവാണ്ട് എന്തോ ഒരു മിക്സിങ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പാട്ടിന്റെ സോങ് ആയിരിക്കുള്ളൂ കേൾക്കുന്നത്. ഇനി കേൾക്കുന്നുണ്ടോന്ന് പറയണോ കേട്ടോ. അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് പറയണോ കേട്ടോ. പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണ് കോൺവെക്കേഷന്റെ. നെക്സ്റ്റ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെയാണോ? ഞങ്ങളുടെ ആതിരാമിസാണ് ഡാൻസ് ടീച്ചർ, ഞങ്ങളുടെ ടീച്ചറാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്, കുട്ടിയെ സംബന്ധിച്ച് അവനെന്താണ് അവന്റെ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, കുട്ടി വീട്ടിലായിരിക്കുന്ന സമയത്ത് ചൈൽഡ് ഒരു നമ്മളെന്താ പറയാ കുഞ്ഞു കുട്ടികൾക്ക് കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഞാൻ നമ്മൾ പറയില്ലേ കുഞ്ചി സംസാരിക്കാം. ഇൻഫന്റ് ആ ഒരു ഏജില് ഒരു 5 വയസ്സ് വരെയൊക്കെ ഇൻഫന്റ് അക്വിസിഷൻ ആ ഒരു പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ മാറി അവരുടേതായ രീതിയിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ സാധിക്കും. ചൈൽഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് വർക്ക്. നമ്മൾ ആ വർക്ക് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് കുട്ടി എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. വൈൽ ദ അഡൽട്ട് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ റിസൾട്ട്. നമ്മൾ അഡൽട്ട് ആണെങ്കിലും നമ്മൾ എന്ത് റിസൾട്ട് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു എൻഡ് റിസൾട്ടിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങില് എല്ലാവരും കുട്ടികളുടെ റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവൻ എത്രയാണ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്തത്, അവൻ എക്സാമിന് എത്ര മാർക്കിന്റെ ഗ്രേഡാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്നില്ല. പല വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കുട്ടികൾ കൂടുതലും മാർക്കിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അഡൽട്ട് എപ്പോഴും റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും കുട്ടികൾ കണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഓരോ കാര്യങ്ങളും അവർ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും അവൻ എന്ത് ചെയ്യേണ്ട, ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മള് എല്ലാ കാര്യങ്ങളും അവന് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ പാരന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവട്ടെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുമ്പോൾ അവന്റെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ അവന്റെ ഡെവലപ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവരൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മള് അവന്റേതായ കാര്യങ്ങൾ നമുക്കറിയാലോ, ഒരു ഏജിലും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാൻ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. The child follow a low maximum effort. കുട്ടികൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഒരു ലോ മാക്സിമം എഫേർട്ട് ആണ്. അപ്പൊ നമ്മൾ ടു ഗ്രോ ഹി മസ്റ്റ് ഡു ഹിംസെൽഫ്. കുട്ടികൾക്ക് നമുക്കറിയാം ജനിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തായാലും ഓരോ കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ മതിയാ, നമ്മളത് ചെയ്തു കൊടുക്കും. അവർ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഡിപ്പെൻഡൻസി എന്ത് ചെയ്യണം, കുറച്ച് കൊണ്ടുവരണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കും കാര്യങ്ങളും അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. നോ വൺ ക്യാൻ ഡു ഇറ്റ് ഫോർ ഹിം. അവന് വേണ്ടി വേറെ ആരും വരില്ല ചെയ്ത് തരാൻ എന്ന് അവനോട് പറയണം. പറഞ്ഞു തരാൻ മനസ്സിലാക്കി കൊടുത്ത് അവനെ കൊണ്ട് അവന്റെ വർക്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. ഇൻ ഫാക്ട് എവരി അസിസ്റ്റന്റ് ഗിവൺ ടു ദി ചൈൽഡ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം അവന്റെ ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യാണ്. ക്ലാസ്സിലുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ചില പാരന്റ്സ് അങ്ങനെ ചെയ്യും, ഇത് മോൻ ഹോംവർക്ക് ചെയ്തില്ല അതുകൊണ്ട് അവന് വഴക്ക് കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പാരന്റ്സ് ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ല. അവനറിയാവുന്നത് ചെയ്യട്ടെ, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വിടണം. ഓക്കെ, ഇനി നമ്മളെ കുട്ടികള്
നമ്മൾ കുട്ടികളുടെ വർക്കിന്റെ റിതം അഡൾട്ടിന്റെ വർക്കിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കാണാനേ നല്ല രസമാണ്. മെറ്റീരിയൽസ് ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഞാനോ അല്ലെങ്കിൽ ജിഷാമിസ് ഒക്കെ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിനേക്കാൾ ഒരു നല്ല രീതിയിൽ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാവും. കുട്ടികളാണ് ആ വർക്ക് ചെയ്യുന്നത്, അവരത് എൻജോയ് ചെയ്ത് ആ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാത്ത രീതിയിൽ അവരുടേതായ രീതിയിൽ അവർ ആ വർക്ക് എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ റിസൾട്ടിനെ എൻജോയ് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞില്ലേ, കുട്ടി എപ്പോഴും ആ ഒരു പ്രോസസ്സിന് അത്രയും ഇഷ്ടപ്പെടും. ആ പ്രോസസ് ആയിരിക്കും വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. The rhythm of the child's work is different from that of the adult. കുട്ടിയുടെ വർക്കിന്റെ രീതിയിനേക്കാൾ entirely different ആയിരിക്കും അഡൽട്ടിന്റെ വർക്ക്. A child of about 3.5 years who wanted to work with the 10 cubes of pin tower on a ring would make the 10 separate trips all across the room. അപ്പം നമ്മളാണെങ്കിൽ പിൻ ടവർ എങ്ങനെയാ ചെയ്യാം? എന്നോട് പിൻ ടവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനു മുകളിൽ ഒന്ന് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തേ ചെയ്യുള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ ടവർ എങ്ങനെയാ നമ്മൾ കാണുമ്പോൾ തന്നെ ഇമേജിലൊക്കെ കാണുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ചെറിയ കുട്ടികൾ ഡിഫറെന്റ് ആയിട്ട് ഓരോ വർക്കും കാര്യങ്ങളും ചെയ്യും. ആദ്യം ചിലപ്പോ അവര് എന്താണ് വർക്ക് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമാവും. കവറായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട്. ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്ന രീതികളാണ് കാണാം. ഈ ഒരു കോമ്പിനേഷൻ ആണ് അവരുടെ ഡിഫറെന്റ് ടൈപ്സിൽ ചെയ്യുന്ന രീതികളാണ് ഈ കാണുന്നത്. അതിലൊക്കെ കാണുന്നില്ല ഇമേജ്. ഓക്കെ, കാണുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാനാണ് പിങ്ക് ടവർ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ മുന്നേറുന്ന ചെറുതിലേക്ക് ആ ഒരു രീതിയിലാണെങ്കിൽ ചെയ്യുന്നത്. കുട്ടികൾ അങ്ങനെയല്ല, അത് എൻജോയ് ചെയ്ത് അവരുടേതായ രീതിയിൽ ചെയ്യും. അവർ ഡിഫറെന്റ് രീതിയിലായിരിക്കും ചെയ്യുന്നത്. ആൻഡ് അഡൽട്ട് വുഡ് നെവർ ആക്ട് ഇൻ ദാറ്റ് വേ. കുട്ടി ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും അഡൽട്ട് ചെയ്യില്ല. പല ക്യൂബ്സ് പല സ്ഥലത്ത് വെച്ചത് അങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇതാണ് ഒന്നും നമ്മള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. The child does not have it as we do towards the end. ഒരു ലാസ്റ്റ് റിസൾട്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല കുട്ടികള്. പക്ഷെ നമ്മളിങ്ങനല്ല, നമ്മൾ എൻഡ് റിസൾട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യണം, അത് വർക്ക് സെറ്റ് ആവണം, മറ്റുള്ളവരെക്കാൾ പെർഫെക്റ്റ് ആയിരിക്കും എന്റെ വർക്ക് എന്നൊക്കെ സാധാരണയായിട്ട് അഡൽട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. By following this rhythm, the child is able to perfect himself. ഈ rhythm ഫോളോ ചെയ്യുന്നതിലൂടെ ചൈൽഡ് അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്താവും, അഡാപ്റ്റ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അവന്റെ വർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് എൻജോയ് ചെയ്യും. നമ്മള് മുതിർന്നവരെന്ന് വെച്ചാൽ നമ്മള് റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടി എങ്ങനെയാണ് ആ ഒരു റിതം എൻജോയ് ചെയ്ത് ആ പ്രോസസ്സ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞത് എന്തായിരുന്നു, മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ് അഡൽട്ടിലും കുട്ടികളിലും മോണ്ടിസോറി ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ട് മോണ്ടിസോറിക്ക് കുറച്ച് ഡിസ്കവറീസ് കാര്യങ്ങൾ മനസ്സിലായി. അതാണ് നമ്മൾ ഈ 5 പോയിന്റിൽ പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്യോ? മനസ്സിൽ റീഡ് ചെയ്താൽ മതി എല്ലാവരും, ഫുള്ളായിട്ട് റീഡ് ചെയ്യണ്ട, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി പോയിന്റ് ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആയോ? ഒബ്സർവേഷൻസ് മനസ്സിലായോ? അഡൽട്ടിലും കുട്ടികളിലും മോണ്ടിസോറിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ശരി, പറഞ്ഞു. ശരിക്കും പറയാം, മോണ്ടിസോറി പറയുന്നത് എന്താ വെച്ചാല് ചൈൽഡ് ജനിക്കുന്ന സമയത്ത് ബർത്തിന്റെ സമയത്ത് ഇതേപോലുള്ള എന്താ പറയാ സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളുണ്ടോ കുട്ടിക്ക്? സൈക്കിക്കാണ് ഇവിടെ ഫിസിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇവിടെ സൈക്കിക് നോക്കാൻ പറ്റും. സൈക്കിക് അൺഫോൾഡിങ് ആണ് കേട്ടോ. സൈക്കിക് ഡെവലപ്മെന്റ് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടോ കുട്ടികൾക്ക്? ഉണ്ടോ? അങ്ങനൊന്നും പറയാത്തെ. കുട്ടികളില് മെന്റൽ ഡെവലപ്മെന്റ് ആ ഒരു ഏജില് ഉണ്ടോ? ഉണ്ട്. അതെ ഉണ്ട്. മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടോന്നല്ലേ ചോദിച്ചേ? ജനിക്കുന്ന സമയത്ത് ജനിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. 1.5 നോട്ട് സോഷ്യബിൾ ആണ്. ഇല്ല, അറ്റ് ബർത്ത് സോഷ്യൽ അല്ലല്ലോ. അല്ല, ഒരു നോട്ട് സോഷ്യബിൾ സോഷ്യബിൾ അല്ല, സൈക്കിക് ഡെവലപ്മെന്റ് ഇല്ല. അവര് ശരിക്കും പറഞ്ഞ ജനിച്ചതിന് ശേഷം സ്പിരിച്വൽ എംബ്രിയോന്റെ അവസ്ഥയാണ്. ഇങ്ങനെയാണ്, അവർക്കൊന്നും അറിയില്ല. പുറത്ത് നടക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടോ ഒന്നും കുട്ടികൾക്ക് ഒരു ധാരണയില്ല. ബട്ട് എക്സ്പീരിയൻസിലൂടെ അവരുടെ ചുറ്റുപാടിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കുട്ടീനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുട്ടിയുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഹോമിലെ സിറ്റുവേഷൻസ് ആവാം, അത് സൊസൈറ്റി ആവാം, പിന്നെ അത് സ്കൂൾ ആവാം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു കാര്യം, ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതേപോലെ തന്നെ അവന് കിട്ടുന്ന ഫ്രീഡം, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അവസരങ്ങളും കാര്യങ്ങളും അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികള് ഇപ്പോ നല്ല രീതിയിൽ നല്ല സോഷ്യലബിൾ ആയിട്ട് നല്ല വീട്ടില് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പുറത്തെ എൻവയോൺമെന്റില് ആയിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റിനൊക്കെ അനുവദിക്കുന്ന ചില പാരന്റ്സിന്റെ കുട്ടികള് നല്ല രീതിയിൽ അവർക്ക് സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കാം. പുറത്ത് പോയിട്ട് സോഷ്യലബിൾ ആകുന്ന കുട്ടികള്, മറ്റേ കുട്ടികളോട് സംസാരിക്കുന്നതും പിന്നെ എന്താണ് ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികളിൽ അവര് പെട്ടെന്ന് സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കും. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്തേ, പുറത്തേക്കൊന്നും വിടാതെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ചെറിയ ഫാമിലീസ് ഉണ്ട്. പുറത്തേക്ക് പോകാൻ പാടില്ല, കളിക്കാൻ പാടില്ല, മറ്റു കുട്ടികളോട് സംസാരിക്കരുത്, ഏത് സമയവും വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ പറയുന്ന ചില പാരന്റ്സുകൾ ഉണ്ട്. കുറച്ചുകൂടി ഹൈ ക്ലാസ് ആയിട്ടുള്ള സൊസൈറ്റി, അവര് എന്ത് ചെയ്യില്ല, പുറത്തുനിന്ന് കളിക്കാനൊന്നും വിടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കുട്ടികളുടെ സൈക്കിക് ഡെവലപ്മെന്റ് അത് ബാധിക്കും. അവർക്ക് പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് തന്നെ അത് ബാധിക്കും അല്ലെ. കുട്ടിക്ക് സ്വയമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഒറ്റൊരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അവന് സ്വയമേ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അവന്റെ ഡെവലപ്മെന്റ് എന്താവും, റെസ്ട്രിക്റ്റഡ് ആവും. അവരുടെ ഡെവലപ്മെന്റ് ഫുൾ ഡെവലപ്മെന്റ് മന്ദഗതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മള് ഒരു കുട്ടി എന്ന് പറയുന്നത് അവൻ ജനിച്ചു കഴിയുമ്പോൾ, ഒരു കുട്ടി എന്ന് പറയുന്നത് അവൻ സ്പിരിച്വൽ എംബ്രിയോ ആണ്. എംബ്രിയോ എന്ന് പറയുമ്പോൾ അറിയാലോ ഭ്രൂണാവസ്ഥയാണ്. ഇവിടെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത് അവൻ ജനിച്ചതിന് ശേഷം അവന്റെ സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവൻ രണ്ട് ഫാക്ടേഴ്സ്, രണ്ട് കണ്ടീഷൻസ് അവൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, അവന്റെ എൻവയോൺമെന്റ് അവന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റണം. രണ്ടാമത്തത്, അവന് ആ എൻവയോൺമെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അവന് അവന്റേതായ ഫ്രീഡം കാര്യങ്ങളും കിട്ടണം. ആ ഒരു ഫ്രീഡം കാര്യങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയാൽ മാത്രമാണ് അങ്ങനെ ഈ സൈക്കിക് ഡെവലപ്മെന്റും കാര്യങ്ങളും ക്യൂർ ചെയ്യുള്ളൂ. നമ്മള് അതിലൂടെ മാത്രമാണ് നമുക്ക് നല്ലൊരു എന്താ പറയാ ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. ഓക്കെ, അപ്പൊ മരിയ മോണ്ടിസോറി ആ ഒരു പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞത്
മരിയ മോണ്ടിസോറി അഡൽട്സിലും കുട്ടികളിലും നടത്തിയ ഒബ്സർവേഷൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ പോർഷൻ? നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. സൈൻ ഔട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ പറയാം. ഒരു ചെറിയൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. വിശ്വാസത്തിന്റെ ശക്തി. ഒരു ഗ്രാമത്തിൽ രവി എന്നൊരു ബാലൻ, കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാട്ടെ പറഞ്ഞോ. ഒരു ഗ്രാമത്തിൽ രവി എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. പഠനത്തിൽ രവി വളരെ പിന്നിലായിരുന്നു. ക്ലാസ്സിൽ കുട്ടികൾ അവനെ പരിഹസിക്കുമായിരുന്നു. നിനക്കൊന്നും കഴിവില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ രവിയുടെ അമ്മ അവനോട് എപ്പോഴും പറയും, നിനക്ക് കഴിവുണ്ട്, നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസം വേണം. ഒരു ദിവസം സ്കൂളിൽ പ്രസംഗ മത്സരമുണ്ടായി. രവി പേടിച്ചു. എനിക്ക് സാധിക്കില്ല എന്നവൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒരിക്കൽ ശ്രമിക്കാതെ നമുക്ക് അറിയില്ല. രവി ധൈര്യം കണ്ടെത്തി വേദിയിൽ കയറി പതുക്കെ സംസാരിച്ചു. ആദ്യം ശബ്ദം വിറച്ചു, പക്ഷേ പിന്നെ അവൻ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. മത്സരം കഴിഞ്ഞപ്പോൾ രവിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. അന്നു മുതൽ രവി മനസ്സിലാക്കി, സ്വയം വിശ്വസിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മിൽ തന്നെ വിശ്വസിച്ചാൽ ഏത് ബുദ്ധിമുട്ടും ജയിക്കാം. സൈൻ ഓഫ്. താങ്ക് യു. Okay, thank you. Thank you all. Thank you.